പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ. ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ, ആരോഗ്യം സംരക്ഷിക്കൂ. കലർപ്പില്ലാത്ത പരിശുദ്ധി, കളങ്കമില്ലാത്ത നന്മ. ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ്, മുസ്ലിം പള്ളിക്ക് സമീപം, ഇടിവണ്ണ. കർമ്മനിരതരായി പോത്തുകൽ പോലീസ്. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിനെ തുടർന്ന് ചാലിയാർ പുഴയിലൂടെ ഒഴുകിവരുന്ന മൃതദേഹങ്ങൾ ആദ്യം കൈകാര്യം ചെയ്തത് പോത്തുകൽ സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരാണ്. എന്നാൽ സ്റ്റേഷനിൽ വേണ്ടത്ര പോലീസുകാർ ഇല്ലാത്തത് ഇവർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. ജോലിഭാരം കൂടുമ്പോഴും സ്റ്റേഷനിൽ ഒഴിവുകൾ നികത്താതെ കിടക്കുന്നതിനാൽ പെടാപ്പാടുപെടുകയാണ് പോലീസ്. സ്റ്റേഷൻ പരിധിയിൽ കേസുകൾ കൂടുമ്പോൾ ഇവിടെ ഉദ്യോഗസ്ഥർ കുറയുകയാണ്. കഴിഞ്ഞ വർഷം 40 പോലീസുകാരുണ്ടായിരുന്ന സ്റ്റേഷനിൽ ഇപ്പോഴുള്ളത് 32 പോലീസുകാർ മാത്രമാണ്. 20% ഒഴിവുകളാണ് നികത്താതെ കിടക്കുന്നത്. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിനെ തുടർന്ന് ചാലിയാർ പുഴയിലൂടെ ഒഴുകിവന്ന മൃതദേഹങ്ങൾ കൂടുതലും കണ്ടെത്തിയത് പോത്തുകൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നാണ്. ഉരുൾപൊട്ടലുണ്ടായ ദിവസം മുതൽ വിശ്രമമില്ലാതെയാണ് സ്റ്റേഷനിലെ പോലീസുകാർ ജോലി ചെയ്യുന്നത്. മുണ്ടക്കൈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട 160ഓളം കേസുകളാണ് പോത്തുകൽ സ്റ്റേഷൻ പരിധിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും പോത്തുകൽ സ്റ്റേഷൻ പരിധിയിൽ നിന്ന് ദുരന്തത്തിൽപ്പെട്ടവരുടെ ശരീരഭാഗങ്ങൾ ലഭിക്കുന്നുമുണ്ട്. ജില്ലയിലെ ഏറ്റവും വലിയ ദുരന്തമായ 2019 കവളപ്പാറ ഉരുൾപൊട്ടലും 2018 ചെട്ടിയമ്പാറ ഉരുൾപൊട്ടലും പോത്തുകൽ സ്റ്റേഷൻ പരിധിയിലാണ്. മാവോയിസ്റ്റ് സാന്നിധ്യം ഉൾപ്പെടെ മറ്റ് സങ്കീർണമായ കേസുകളും നിരവധിയാണ്. പരിമിതമായ സൗകര്യങ്ങൾക്കിടയിലും അന്വേഷണ നടപടികൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. എന്നാൽ ആവശ്യമായ ഉദ്യോഗസ്ഥർ ഇല്ലാത്തത് സ്റ്റേഷന്റെ പ്രവർത്തനത്തെ കാര്യമായി ബാധിക്കുന്നുമുണ്ട്. കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ 8 പോലീസ് ഉദ്യോഗസ്ഥർ പോത്തുകൽ സ്റ്റേഷനിൽ നിന്നും ട്രാൻസ്ഫറായി റിട്ടയർഡായും പോയെങ്കിലും പകരം പുതിയ ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടില്ല. കൂടാതെ നിലവിലുള്ള ഉദ്യോഗസ്ഥരിൽ ഒരു സബ് ഇൻസ്പെക്ടർക്ക് നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ട്രാൻസ്ഫർ ഉത്തരവ് ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഉദ്യോഗസ്ഥരുടെ കുറവ് ഉടൻ നികത്തുമെന്ന് തന്നെയാണ് പോത്തുകൽ പോലീസിന്റെ പ്രതീക്ഷ. എ+ വിഷൻ, പോത്തുകൽ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ 10ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു. എടക്കരയിൽ ആദ്യമായി ലേബർ സ്യൂട്ടോട് കൂടിയ ഡെലിവറി കോംപ്ലക്സ്, അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ 3 NICU, അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക്, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ്, സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ, കീ ഹോൾ സർജറി യൂണിറ്റ്, മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ്, എക്സ്റേ, ലാബ്, ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര.